എല്ലാവർക്കും നമസ്കാരം. CC SSC RRB ബാങ്ക് എക്സാം ചാനലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ അങ്ങനെ നമ്മുടെ 2025 നമ്മൾ അപ്ലൈ ചെയ്ത ഗ്രൂപ്പ് ഡി പരീക്ഷ ഓഗസ്റ്റ് മാസം 3 മുതൽ നമ്മൾ പരീക്ഷാ ഹാള് എഴുതുവാൻ പോകുന്നു. നിങ്ങൾ ഓരോരുത്തരും ആ ഒരു പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവസാന ദിവസങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയെ നിങ്ങൾ നേരിടുക. തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും വിജയം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫും അതിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും വെച്ചുകൊണ്ടുള്ള ഒരു കമ്പാരിസൺ ഒരിക്കലും നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടില്ല. അത് കഴിഞ്ഞ തവണ പരീക്ഷ എഴുതിയ സമയത്ത് അവിടെ എഴുതി മാറിയ ഉദ്യോഗാർത്ഥികളിൽ വന്ന കട്ട് ഓഫ് ആണ്. ഇത്തവണ പുതിയൊരു പരീക്ഷയാണ്. എഴുതുന്ന ആൾക്കാര് വിഭിന്നമാണ്. കട്ട് ഓഫ് മാറും. ചിലപ്പോൾ കൂടാം കുറയാം, ആളുകളുടെ എണ്ണം കൂടാം കുറയാം. അതുകൊണ്ട് കഴിഞ്ഞ തവണ വന്നിരിക്കുന്ന കട്ട് ഓഫ് വെച്ചുകൊണ്ട് ഇത്തവണ പരീക്ഷയെ ഒരിക്കലും അഭിമുഖീകരിക്കരുത്. നിങ്ങൾ എന്താണോ പഠിച്ചിരിക്കുന്നത് ആ പഠിച്ച കാര്യങ്ങളുമായിട്ട് നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കടക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വിജയം നേടുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലെ നമ്മൾ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നു. അത് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പോൾ ഈ അവസാന ദിവസങ്ങളിലേക്ക് കടന്നിരിക്കുന്ന ഈ ഒരു യാത്രയില് നമ്മുടെ മാത്സിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിന്റെ ബാക്കിയായിട്ട് വരുന്ന LCM HCF, അതേപോലെ ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, സ്ക്വയർ റൂട്ട് ആൻഡ് ക്യൂബ് റൂട്ട്, ഇത്രയും ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു PYQ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്യുന്നത്. ഓരോ ചോദ്യങ്ങളും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു ബുക്ക് എടുക്കുക, ഒരു പേന എടുക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തു. ഒന്നാമത്തെ ചോദ്യം ദാ പിടിച്ചു. 78 P 39 45 എന്ന 7 അക്ക സംഖ്യയെ 11 കൊണ്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ മക്കളെ P-യുടെ മൂല്യം എത്രടാ കുഞ്ഞുങ്ങളെ എന്നാണ് ചോദ്യം. 78 P 39 45 ആണ് തന്നിരിക്കുന്ന സംഖ്യ. ചോദ്യകർത്താവ് പറയുന്നു ഇതിനെ 11 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഒരു സംഖ്യയെ 11 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ ഒന്നിടവിട്ട സംഖ്യകളുടെ തുകകളുടെ വ്യത്യാസം 0 അല്ലെങ്കിൽ 11ന്റെ ഗുണിതമോ ആയിരിക്കുമെന്ന് നമ്മൾ ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് ഏതാണ് ആ വാല്യൂ എന്നാണ് ചോദ്യം. മക്കളെ, ഇവിടെ നമുക്ക് ഒന്നിടവിട്ടതാണ് പിടിക്കേണ്ടത്. അവിടെ P നിൽക്കുന്ന ഭാഗം അങ്ങ് വിട്ടേക്കുതാണ്ട് 7 P 9 5 അതവിടെ നിൽക്കട്ടെ. ബാക്കി 8 3 കൂടെ കൂട്ടിയാൽ 11, 11 4 കൂടെ കൂട്ടിയാൽ 15. അപ്പോൾ ഒന്നിടവിട്ടതിലെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് 15. ഇനി നമുക്ക് വെറുതെ ഇപ്പൊ നിലവിലെ 7 9 കൂടെ കൂട്ടിയാൽ 16, 16 9 കൂടെ കൂട്ടിയാൽ 25 എന്ന് വരും. ഒന്നും കൂടെ 7 9 കൂടെ കൂട്ടിയാൽ 16, 16 5 കൂടെ കൂട്ടിയാൽ 21, 7 9 കൂടെ കൂട്ടിയാൽ 7 9 16, 16 5 കൂടെ കൂട്ടിയാൽ 21 എന്ന് വരും. അപ്പൊ നിലവിൽ 21 വരെ സെറ്റാണ്. P-യുടെ വാല്യൂ 6 ആണോ നോക്കാം. 21ന്റെ കൂടെ 6 കൂട്ടിയാൽ 27. മക്കളെ, 27 15 കുറച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് 0 11 കിട്ടത്തില്ല. അതുകൊണ്ട് അതല്ല P-യുടെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ 5 ആണോ നോക്കാം. അതായത് നിലവിൽ എത്ര വാല്യൂ? 7 9 16, 16 5 21 ഓൾറെഡി ഉണ്ട്. 21ന്റെ കൂടെ 5 കൂട്ടിയാൽ 26 എന്ന് വരും. 26 15 കുറച്ച് കഴിഞ്ഞാല് 6 5 കുറച്ചാൽ 1,
2ൽ നിന്ന് 1 കുറച്ച 1, 11 വന്നു. കണ്ടോ? ഒന്നിടവിട്ട സംഖ്യകളുടെ തുകകളുടെ വ്യത്യാസം 0 11ന്റെ ഗുണിതം, അതായത് 11 22 അങ്ങനെ വന്നു കഴിഞ്ഞാല് അത് 11ന്റെ ഗുണിതമാണെന്ന് പറയാം. അപ്പോൾ ഉറപ്പിക്കുന്നു പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അതായത് സംഖ്യ എന്ന് പറയുന്നത് 7 8 5 3 9 4 5 ആണ് സംഖ്യ. കണ്ടോ? ഇതായിരുന്നു സംഖ്യ. ദാണ്ടെ 7 5 കൂടെ കൂട്ടിയാൽ 12, 12 9 കൂടെ കൂട്ടിയാൽ 21, 21 5 കൂടെ കൂട്ടിയാൽ 26, 8 3 കൂടെ കൂട്ടിയാൽ 11, 11 4 കൂടെ കൂട്ടിയാൽ 15. ഒന്നിടവിട്ട സംഖ്യകളുടെ തുകകളുടെ വ്യത്യാസം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതമാണെങ്കിൽ മാത്രമേ ആ സംഖ്യ 11ന്റെ ഗുണിതമാണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഉറപ്പിച്ചു ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. 28/11/2025 നമ്മുടെ ഈവനിങ് ഷിഫ്റ്റില്, അതായത് വൈകുന്നേരത്തെ ലാസ്റ്റ് ഷിഫ്റ്റില് കഴിഞ്ഞ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത്. രണ്ടാമത്തെ ചോദ്യം ദാ പിടിച്ചു. ചോദ്യം 761 XY എന്ന 5 അക്ക സംഖ്യയെ 90 കൊണ്ട് ഹരിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ X + Y എത്ര എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സംഖ്യയെ 90 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും 9 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അതേപോലെ 10 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. നിങ്ങൾ ഡിവിസിബിലിറ്റി റൂള് പഠിക്കാതെ എക്സാം ഹാളിൽ പോകരുത്. ഡിവിസിബിലിറ്റി റൂളിൽ നിന്നും ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദ്യം വരും. ഇപ്പൊ ആദ്യ ചോദ്യം വന്നത് കണ്ടോ? ഡിവിസിബിലിറ്റിയാ. രണ്ടാമത്തതും കണ്ടോ? 90 കൊണ്ട് ഒരു സംഖ്യയെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പിക്കാം 9 കൊണ്ട് ഹരിക്കാൻ പറ്റും, 10 കൊണ്ടും ഹരിക്കാൻ പറ്റും എന്നാണ് നിയമം. ഇനി ദാണ്ടേ 761 നമുക്കൊരു എക്സ് ആണ് വേണ്ടത്. വൈയുടെ വില ഉറപ്പായിട്ടും 0 ആയിരിക്കും. കാരണം എന്താ? ഈ സംഖ്യ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അവസാനത്തെ അക്കം 0 ആയിരിക്കണം എന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സംഖ്യ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അവസാനത്തെ ഡിജിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വൈയുടെ വില 0 ആണെന്ന് മനസ്സിലായി. അത് ഓക്കെ ആയി, അത് കഴിഞ്ഞു. ഇനി 9 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുമെന്നാണ് അർത്ഥം. 90 കൊണ്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ 9 കൊണ്ടും പറ്റും, 10 കൊണ്ടും പറ്റും എന്നല്ലേ അർത്ഥം. അപ്പൊ 10 കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ട് അവസാനത്തെ ഡിജിറ്റ് ആയ വൈയുടെ വില 0 ആണെന്ന് മനസ്സിലായി. ഇനി എക്സിന്റെ വിലയ്ക്ക് വേണ്ടിയിട്ട് 10 ആണോ 9 ആണോ 5 ആണോ 4 ആണോ എന്നാണ് ചോദ്യം. എന്തായാലും ഒരിക്കലും 10 വരുമോ? 10 ഒരിക്കലും വരത്തില്ല. സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ എല്ലാം. നമുക്ക് താഴേന്ന് മേപ്പോട്ട് പോകാം, നോക്കാം. അതാണ്ടേ ഒരു സംഖ്യയെ 9 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അക്കങ്ങളുടെ തുക എന്തായിരിക്കണം? 9ന്റെ ഗുണിതമായിരിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേടാ? എന്താണ് പഠിച്ചിരിക്കുന്നത്? 9ന്റെ റൂൾ എന്താണ്? ഒരു സംഖ്യയെ 9 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമായിരിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. 7 6 കൂടെ കൂട്ടിയാൽ 13, 13 1 കൂടെ കൂട്ടിയാൽ 14, 14ന്റെ കൂടെ 0 കൂട്ടിയാൽ 14. അപ്പൊ ഇവിടെ 14ന്റെ കൂടെ ഇപ്പൊ നിലവിൽ 14 സെറ്റാ മക്കളെ. 14ന്റെ കൂടെ 4 വന്നാൽ 14ന്റെ കൂടെ എക്സിന്റെ വില 4 ആണെങ്കിൽ 14 4 18 അല്ലേ ആണ്. 18 ആണെങ്കിൽ ഇത് X + Y ആ കണ്ടുപിടിക്കണ്ടല്ലേ? അപ്പൊ ഓക്കെ വിട്, അതല്ല നമ്മുടെ ചോദ്യം, അതല്ല. ഓപ്ഷനിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഓപ്ഷനിൽ നിന്ന് പോകാൻ പറ്റത്തില്ല, ഓപ്ഷനിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കണം. ഒന്നുകൂടെ പറഞ്ഞു തരാം. എന്തായാലും വൈയുടെ വില 0 ആണെന്നുള്ള കാര്യം തർക്കമേ ഇല്ല. എക്സിന്റെ വില 7 6 13, 13 1 14. ഇപ്പൊ നിലവിൽ 14 ആയി. 9ന്റെ ഗുണിതം വരണം, 9ന്റെ ഗുണിതമാകണം. അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമാണെങ്കിൽ മാത്രമേ 9 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തുള്ളൂ. 7 6 13 1 14. ഇപ്പോൾ 14 ആയി. ആ 14ന്റെ കൂടെ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ അങ്ങനെ നോക്കി നോക്കി പോയാൽ മതി.
14ന്റെ കൂടെ ഒരു 4 കൂടെ ചേർന്നാൽ 18 വരും. 18 വരുവാണെങ്കിൽ സെറ്റ് അല്ലേ? പിന്നെ നിങ്ങൾ നോക്കുകയേ വേണ്ട. അപ്പോൾ എക്സിന്റെ വാല്യൂ 4 ആണെന്ന് മനസ്സിലായി. ഇനി എക്സ് പ്ലസ് വൈയുടെ വില എത്ര എന്നാണ് ചോദിച്ചത്. എക്സിന്റെ വില 4 ആണെന്ന് മനസ്സിലായി. മക്കളെ വൈയുടെ വില 0 ആണെന്ന് മനസ്സിലായി. 4ഉം 0ഉം കൂടെ കൂട്ടിയാൽ ഉത്തരം 4. ഓപ്ഷൻ ഡി ആയിരുന്നു റൈറ്റ് ആൻസർ. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞു തരാം. ആദ്യമായിട്ട് സംഖ്യ 90ന്റെ ഗുണിതമാണെന്ന് പറഞ്ഞാൽ 9 കൊണ്ട് ഹരിക്കാൻ പറ്റും, 10 കൊണ്ടും പറ്റും എന്നാണ് അർത്ഥം. 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ അവസാനത്തെ ഡിജിറ്റ് 0 ആണ്. അപ്പൊ അവസാനത്തെ ഡിജിറ്റ് 0 ആക്കി വെച്ചു. 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമായിരിക്കണം. നിലവിലെ 7, 6, 13, 1, 14 വരെ സെറ്റാണ്. 14ന്റെ കൂടെ ഒരു 4 കൂടി വന്നു കഴിഞ്ഞാല് 14, 4, 18 വന്നാൽ ആ സംഖ്യ 9ന്റെ ഗുണിതമായിട്ട് മാറും. അപ്പോൾ എക്സിന്റെ വില 4 ആണെന്ന് മനസ്സിലായി. മക്കളെ എക്സിന്റെ വില 4, വൈയുടെ വില 0. രണ്ടും കൂടെ കൂട്ടിയാൽ 4ഉം 0ഉം കൂടെ കൂട്ടിയാൽ 4. ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. ഇത് ഡിസംബർ മാസം 1-ാം തീയതിയിലെ ചോദ്യമാണ് കഴിഞ്ഞ ഗ്രൂപ്പ് ഡി പരീക്ഷ. അതാണ്ട് അടുത്തത് ഡിസംബർ മാസം 3-ാം തീയതി നമ്മുടെ മുമ്പിലേക്ക് വന്ന ചോദ്യം ദാ പിടിച്ചു. P/Q എന്ന് പറയുന്ന രൂപത്തിൽ P, Q എന്നിവ പൂർണ്ണസംഖ്യകളാണ്. പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ ഇന്റിജർ ആണ്. ക്യൂവിന്റെ വാല്യൂ 0 അല്ല. ഓക്കെ, 0 ആവരുത്. അങ്ങനെയാണെങ്കിൽ 23.2323232323 എന്ന് പറയുന്ന സംഖ്യ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഏതാണ്? ഈ സാധനത്തിന്റെ തുല്യമായിട്ട് വരുന്നവൻ ആരാണെന്നാണ് ചോദിച്ചത്. മക്കളെ 23.23232323 ഇങ്ങനെ പോകുവാണ്. അപ്പോൾ ഇത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് റെക്കറിംഗ് നമ്പർ എന്നാണ് പറയുന്നത്. ഇത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് റെക്കറിംഗ് നമ്പർ എന്ന് പറയും. മലയാളത്തിലെ ദശാംശ ആവർത്തന സംഖ്യകൾ എന്ന് പറയും. ഇത്തരം സംഖ്യകളെ റെക്കറിംഗ് നമ്പർ അല്ലെങ്കിൽ ദശാംശ ആവർത്തന സംഖ്യകൾ എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചുരുക്കി എഴുതണം. ചുരുക്കി എഴുതുക എന്ന് പറഞ്ഞാല് ഇത്തരം സംഖ്യകളിലെ ആരാണോ ആവർത്തിച്ചു പോകുന്നത് അവന്റെ മുകളില് ഒരു വര കൊടുത്തു കഴിഞ്ഞാല് അതിനെ ചുരുക്കി എഴുതി എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ 23.23232323 അങ്ങനെ പോകുന്നതിന് പകരം നിങ്ങൾ താണ്ടെ ഇങ്ങനെ 23ന്റെ മുകളിൽ ഒരു വര കൊടുത്താൽ മതി. കാരണം ആ പോയിന്റിന് ശേഷം 23 എന്ന് പറയുന്നവനാണ് ഇങ്ങനെ ആവർത്തിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നിരിക്കുന്ന ചോദ്യത്തിന് 23.23 ബാർ എന്ന് ചുരുക്കി എഴുതാം. ഇനി അവിടുന്ന് ഇവിടം വരെ ഓക്കെ അല്ലേ? ചുരുക്കി എഴുതാൻ എല്ലാവർക്കും അറിയാം. ആ ചുരുക്കി എഴുത്തു രൂപത്തിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? പൂർണ്ണമായ സംഖ്യ മനസ്സ് വിചാരിക്കുക. മക്കളെ പൂർണ്ണമായ സംഖ്യ എന്ന് പറഞ്ഞാൽ പോയിന്റ് ബാർ അല്ല, അങ്ങ് കളയുക. അപ്പോൾ പൂർണ്ണമായ സംഖ്യ ഏതാ? 2323 അല്ലേ പൂർണ്ണമായ സംഖ്യ. അതിൽ നിന്നും ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കണം. അയ്യോ, അപ്പൊ ഒന്നും കൂടെ ആദ്യം നമ്മൾ ചുരുക്കി എഴുതി. ആ ചുരുക്കെഴുത്ത് രൂപത്തിൽ നിന്നും പൂർണ്ണമായ സംഖ്യ മനസ്സിൽ വിചാരിച്ചു. പൂർണ്ണമായ സംഖ്യ എന്ന് പറഞ്ഞ പോയിന്റ് ബാർ എല്ലാം കളയുക. ഓക്കെ, എന്തുവാ 2323 എന്നിട്ട് പൂർണ്ണമായ സംഖ്യ മനസ്സിൽ കിട്ടിയാൽ അവിടുന്ന് ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കണം. ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കുക. ആവർത്തിക്കാത്തത് 23 അല്ലേ? ഈ 23 അതങ്ങോട്ട് കുറയ്ക്കുക. അപ്പൊ അത് കുറച്ചു കഴിഞ്ഞാല് ദാണ്ടെ 2300 എന്ന് കിട്ടും. മക്കളെ അതാണ് നിങ്ങളുടെ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ. ഇതാണ് അംശം. അപ്പൊ അംശം എഴുതാൻ എല്ലാവർക്കും മനസ്സിലായോ? ആദ്യം ചുരുക്കി എഴുതുക. അവിടുന്ന് പൂർണ്ണമായ സംഖ്യ മനസ്സിൽ വിചാരിക്കുക.
ആ പൂർണ്ണമായ സംഖ്യയിൽ നിന്നും ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കുക. അപ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ. ഓക്കെ, ഛേദം എഴുതുമ്പോൾ പോയിന്റിന്റെ വലതുവശം നോക്കുക. ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എഴുതുവാൻ വേണ്ടിയിട്ട് ആ പോയിന്റിന്റെ വലതുവശം നോക്കിയിട്ട് എത്ര സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ടോ ആവർത്തിക്കുന്ന ഓരോ സംഖ്യക്ക് പകരം 9 കൊടുക്കുക. ഇവിടെ 2 സംഖ്യകളാണ് ആവർത്തിച്ചത്, അതുകൊണ്ട് നിങ്ങൾ 2 9 അങ്ങോട്ട് എഴുതുക. ഇനി അവിടെ ആവർത്തിക്കാത്തവന്മാര് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ പോയിന്റിന്റെ വലതുവശത്ത് ആവർത്തിക്കാത്തവന്മാര് വല്ലവരും ഉണ്ടായിരുന്നെങ്കിൽ 0 കൊടുക്കണം. ആവർത്തിക്കുന്നവന് പകരം 9 കൊടുക്കുക, ആവർത്തിക്കാത്തവന് പകരം 0 കൊടുക്കുക. ആവർത്തിക്കുന്നവന് പകരം 9 കൊടുക്കുക, ആവർത്തിക്കാത്തവന് പകരം 0 കൊടുക്കുക. ആവർത്തിക്കുന്നവന് പകരം 9 കൊടുക്കുക, ആവർത്തിക്കാത്തവന് പകരം 0 കൊടുക്കുക. സെറ്റ്. അപ്പോൾ ഇവിടെ ആവർത്തിക്കാത്തത് ആരുമില്ല, പോയിന്റിന്റെ വലതുവശത്താ. 2300 ഡിവൈഡഡ് ബൈ 99. ദാ പിടിച്ചോ, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 1 മാർക്ക്. റെക്കറിംഗ് നമ്പർ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആ ഒരു ഭാഗം നന്നായിട്ട് പഠിക്കണം. സ്ഥിരം ചോദ്യമാണ്, മറന്നു പോകരുത്. അടുത്തത് ബോർഡ് മാസ് റൂളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 27/11/2025 ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് നമ്മുടെ മുമ്പിൽ വന്ന ചോദ്യമാണ്. ചെയ്യേണ്ടത് കുറെ ഉണ്ട്. സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ 72 ഡിവൈഡഡ് ബൈ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ 6x3, സാധാ ബ്രാക്കറ്റ് കേർലി ക്ലോസ് ചെയ്തു, +5ന്റെ സ്ക്വയർ -8, നമ്മുടെ സ്ക്വയർ ക്ലോസ് ചെയ്തു, × 5 ഡിവൈഡഡ് ബൈ 97. മക്കളെ, ഏറ്റവും അകത്ത ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. ഏറ്റവും അകത്ത് കിടക്കുന്ന ബ്രാക്കറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ദാണ്ടേ എന്റെ കൂടെ ചെയ്തോണം നിങ്ങൾ. ഏറ്റവും അകത്ത് കിടക്കുന്ന സാധാ ബ്രാക്കറ്റ്. സാധാ ബ്രാക്കറ്റ് 3ഉം 2ഉം കൂടെ കൂട്ടിയാൽ എത്ര? എടാ 3ഉം 2ഉം കൂടെ കൂട്ടിയാൽ 5 അല്ലേടാ പിള്ളേരെ? 5. അത് കഴിഞ്ഞു. ആ 5നെ 6 കൊണ്ട് ഗുണിച്ചാൽ 30 അല്ലേ? തീർന്നു. അപ്പോൾ കേർലി വരെ തീർന്നു. എത്ര? 30. 3ഉം 2ഉം കൂടെ കൂട്ടിയാൽ 5, 5 × 6 30. കണ്ടോ? ആ കേർലി ബ്രാക്കറ്റ് അവിടെ അവസാനിച്ചു. പക്ക. ഇനി നമുക്കുള്ളത് സ്ക്വയർ ആണ്. ഇനി സ്ക്വയർ മാത്രമേ ഉള്ളൂ. ഇതാണ് കണ്ടോ, ആ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. അതിന് 72നെ 30 കൊണ്ട് ആദ്യം ഹരിക്കണം. കാരണം ബ്രാക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ഉണ്ടോ നോക്കണം. ഓഫ് ഇല്ല എങ്കിൽ പിന്നെ ഡിവിഷൻ ആണ് നോക്കേണ്ടത്. ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെയാണ് പോകേണ്ടത്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റ് ആണ്, ആ ഒരൊറ്റ ഒരു ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ, സ്ക്വയർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എടാ 72നെ 30 കൊണ്ട് ഹരിച്ചാൽ എത്ര? ദാണ്ടേ 72നെ 30 കൊണ്ട് ഹരിച്ചാൽ നമ്മൾ ഇങ്ങനെ വെട്ടി ചെറുതാക്കിയാൽ മതി. 72ന്റെ പകുതി എത്ര? 36. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, രണ്ടുപേരും 6ന്റെ ഗുണിതങ്ങളല്ലേ, അപ്പൊ 6 കൊണ്ട് വെട്ടിക്കളയാമല്ലോ. 30നെ 6 കൊണ്ട് ഹരിച്ചാൽ 5 ആണെന്ന് മനസ്സിലായി. 72നെ 6 കൊണ്ട് ഹരിച്ചാൽ 12 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് മക്കളെ, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 12/5 ആണെന്ന് മനസ്സിലായി. എടാ 12/5 ആണെന്ന് മനസ്സിലായി. അതിന്റെ കൂടെ ഒരു +25 കൂട്ടണം. +25 കൂട്ടുക, കാരണം 5ന്റെ സ്ക്വയർ 25 ആണ്. എന്നിട്ടൊരു -8 ചെയ്യണം. എന്നിട്ട് ഇൻറ്റു ബ്രാക്കറ്റിന്റെ പുറത്ത് ഒരു 5 കിടപ്പുണ്ട്. ഡിവൈഡഡ് ബൈ 97 ആണ് ചെയ്യേണ്ടത്. കണ്ടോ? 72നാണ് ഇവിടെ ആദ്യം 5 5 6 30. 72നെ 30 കൊണ്ട് ഹരിച്ചു 12/5. ഇനി പ്ലസും മൈനസും മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നമുക്കവിടെ മനസ്സിൽ ചെയ്യാൻ പറ്റുന്നത് 25ന്ന് 8 കുറച്ച എത്ര? എടാ 25ന്ന് 8 കുറച്ച എത്ര? മറ്റേ നമ്മുടെ കടന്നോട്ടെ, 12/5 അവിടെ കടന്നോട്ടെ. 25ന്ന് 8 കുറച്ചാല് എത്ര വരും? 17 അല്ലേ മക്കളെ? 17 എന്ന് വരും. അതാദ്യം അങ്ങ് ചെയ്യാം. ഓക്കെ. എടാ 25ന്ന് 8 കുറച്ചാ 17 അല്ലേ പിള്ളേരെ? അത് മാത്രം ചെയ്യാം. വേണ്ടേ? ക്രോസ് ആയിട്ട് ഗുണിച്ചാലും മതി. ഒന്നുകിൽ ക്രോസ് ആയിട്ട് ഗുണിക്കുക. അപ്പോൾ
12 × 1 12. 17 × 5 എത്ര? 17നെ 5 കൊണ്ട് ഗുണിച്ചാല് 7 5 35 ശിഷ്ടം 3. 1 5 5 5 3 8 85 വരും. 17നെ 5 കൊണ്ട് ഗുണിച്ചാൽ 85, 12നെ 1 കൊണ്ട് ഗുണിച്ചാൽ 12, 5ഉം 2ഉം കൂടെ കൂട്ടിയാൽ 7, 8 1 9 97 വരും. അപ്പോൾ ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ 97, ഛേദങ്ങൾ തമ്മിൽ 5 × 1 5 ആണ്. അപ്പോൾ 97/5 എന്ന് വരും. ആ സാധനത്തിനെയാണ് മറ്റേ സാധനമായ 5 കൊണ്ട് ഗുണിക്കേണ്ടത്. അപ്പൊ 5 5 അങ്ങ് വിട്ടിപ്പോയി. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ആ മുകളിൽ കിടക്കുന്ന സംഖ്യകളെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 97. നമുക്ക് കിട്ടുന്നത് 97. താഴെ ഒരു 97 കിടപ്പുണ്ട്. 97നെ 97 കൊണ്ട് ഹരിച്ചാൽ എത്ര? ആൻസർ 1. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ചോദ്യം കാണുമ്പോൾ വലിയൊരു സംഭവമായിട്ട് തോന്നുമെങ്കിലും ആ ചെയ്യേണ്ട രീതിയിലെ ചെയ്തു പഠിച്ച വ്യക്തി പോയ ഒരുത്തം പരീക്ഷ ഹാളിലേക്ക് പോയാൽ അവൻ കൂൾ മൈൻഡിൽ ചെയ്യും. കൂൾ മൈൻഡിൽ ചെയ്താൽ മാത്രമേ ആൻസർ കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ആ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞത്. മറ്റൊരു ചോദ്യം അതേപോലെ തന്നെ കണ്ടോ, 28/11/2025 ചോദിച്ച മറ്റൊരു ചോദ്യം സിംപ്ലിഫൈ ചെയ്യാനാ. 1.25ന്റെ സ്ക്വയർ മൈനസ് 0.75ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2.25ന്റെ സ്ക്വയർ മൈനസ് 1.25ന്റെ സ്ക്വയർ ഇൻറ്റു 7/2 ആണ് ചോദിച്ചത്. കാണുമ്പോഴേ അറിയാം മക്കളെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലടാ മേളില്. എടാ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണെന്നറിയാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആ. അതായത് സംഖ്യകൾ കൂട്ടുക ഇൻറ്റു കുറയ്ക്കുക. എടാ കുഞ്ഞുങ്ങളെ, 1.25 3/4 കൂടെ കൂട്ടിയാൽ 2 അല്ലേ? അപ്പോൾ 1.25 3/4 കൂടെ കൂട്ടിയാൽ 2 ആണെന്ന് മനസ്സിലായി. ഇൻറ്റു 1.25 3/4 കുറച്ച എത്ര? അടുത്തത് 1.25 നിന്ന് 3/4 കുറച്ചാൽ 5 5 കുറച്ച 0, 12 5 കുറച്ച 12 7 കുറച്ച 5, 0.50 അല്ലെങ്കിൽ 0.5 എന്ന് വരും. അര എന്നർത്ഥം. മനസ്സിലായാലും മതി. 1.25ന്റെ കൂടെ 3/4 കൂട്ടിയാൽ 2, 1.25 നിന്ന് 3/4 കുറച്ചാൽ എത്ര? അര. ഇനി 2.25 ഇതുപോലെ തന്നെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. 2.25 1.25 കൂടെ കൂട്ടിയാൽ 4.5 അല്ലേ? 2 1 3 പിന്നെ 3.5. 2.25 1.25 കൂടെ കൂട്ടിയാൽ 2 1 3 കാലും കൂട്ടിയാൽ അര. അപ്പോൾ 3.5 എന്ന് വരും. 3.5 ഇൻറ്റു ഇനി 2.25 നിന്ന് 1.25 കുറച്ചാല് 2.25 നിന്ന് 1.25 കുറച്ചാൽ 1 അല്ലേ? 1. കണ്ടോ? ഇനി മുകളിലും താഴെയും ഒരേ ഒരു ദശാംശ സ്ഥാനമേ ഉള്ളെങ്കിൽ പിന്നെ പോയിന്റിന് പ്രസക്തി ഇല്ല. അപ്പോൾ 2 × 5 ഡിവൈഡഡ് ബൈ 35 എന്ന് വരും. മുകളിലും താഴെയും ഓരോ പോയിന്റേ ഉള്ളൂ. മക്കളെ, വെട്ടിച്ചെറുതാക്കുവാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അവിടെ ഒരു 7/2 കിടപ്പുണ്ടായിരുന്നു, അത് മറന്നുപോയി. ഏറ്റവും അവസാനം എടുത്താലും മതി. ഏറ്റവും അവസാനമായി. ഇനി ആ 7/2 കൂടെ ഒന്ന് എഴുതി വെച്ചു. ദാണ്ടെ 7 5 35, 5 5 വെട്ടിപ്പോയി. 2/2 1. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കുറച്ച് ചോദ്യങ്ങളെ ചെയ്തുള്ളൂ. 4 5 ചോദ്യങ്ങളെ ആകെ ചെയ്തുള്ളൂ. അതല്ല, ഈ കഴിഞ്ഞു പോയ പരീക്ഷയ്ക്ക് നമ്മുടെ മുമ്പിൽ കൂടെ കടന്നുപോയ ചോദ്യങ്ങളാണ്. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിലെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയുള്ളെങ്കിലും ഇതിന്റെ തുടർച്ചയായിട്ട് പരീക്ഷ കഴിയുന്നിടം വരെയും ഓരോ ഷിഫ്റ്റുകളുടെ അനാലിസിസ് ഉണ്ട്. അതേപോലെ കഴിഞ്ഞു പോയ പരീക്ഷകളുടെ ചോദ്യങ്ങളും നിങ്ങളെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് കടക്കുവാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ തുടർച്ചയായിട്ട് RRB, അതായത് ഇന്ത്യൻ റെയിൽവേയിലെ ഒരു ജോലി സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ നടന്നു നീങ്ങുകയാണ്.
അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതുന്നു. തുടർന്ന് വരുന്ന ഓരോ പരീക്ഷകളും നമ്മൾ ഈ പഠിച്ചു പോയ കാര്യങ്ങളെ വീണ്ടും വീണ്ടും ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് അടുത്ത NTPC പരീക്ഷകളാണെങ്കിലും ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയാണെങ്കിലും സെക്ഷൻ കൺട്രോളർ ആണെങ്കിലും അടുത്ത ഗ്രൂപ്പ് ഡി ആണെങ്കിലും നമ്മൾ പ്രിപ്പറേഷനിലെ ഒരു കുറവും വരുത്താതെ ഭംഗിയായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ പരീക്ഷകളും നിങ്ങളെ തയ്യാറെടുക്കാൻ ഏറ്റവും ഭംഗിയായിട്ട് തയ്യാറെടുക്കുവാൻ വേണ്ടിയിട്ട് CCയിലെ ഏറ്റവും പുതിയ ബാച്ചുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെയിൽവേ എക്സാമിന് വേണ്ടി മാത്രമായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് ഈ പറയുന്ന രീതിയിലെ ലിമിറ്റഡ് സമയത്തിനുള്ളിലെ മാത്സ്, റീസണിങ്, സയൻസ് വിഭാഗത്തെ മുഴുവൻ മാർക്കും വാങ്ങിക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ബാച്ചുകളാണ് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഉറപ്പെടുത്തുന്നു. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റെയിൽവേ പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്ന സമയത്ത് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളെ ആദ്യമായിട്ട് കൃത്യമായിട്ട് അറിയിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ QR ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലെ നിങ്ങൾക്ക് PDF മെറ്റീരിയലുകൾ, അതായത് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ ക്ലാസ്സുകളുടെ ലിങ്കുകൾ കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നീങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങൾ ആ ഒരു യാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ബാച്ചുകൾ ഒരുപാട് ഉപകാരപ്പെടും. ആ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ ക്ലാസ്സിൽ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതേ രീതിയിൽ തന്നെയാണ് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും വരുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുക, ചോദ്യങ്ങൾ ചെയ്ത് 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 പഠിച്ച് മുമ്പോട്ട് പോവുക. സഹായിക്കുവാൻ നിങ്ങളോടൊപ്പം ഞങ്ങളെപ്പോലുള്ള എല്ലാ അധ്യാപകരും ഉണ്ട്. നിങ്ങളുടെ സ്വപ്നം എന്ന് യാഥാർത്ഥ്യമാകുന്നു അന്ന് വരെയും പഠിക്കുക. നിങ്ങളെ സഹായിക്കുവാൻ CCയോടൊപ്പം ഞാനും ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒന്നാമതെത്താം. റെയിൽവേയിലെ ജോലി നമുക്ക് ഒരുമിച്ച് ഈ യാത്രയിലൂടെ സ്വന്തമാക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.